നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയില് രോഹിത്തിന് കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അലീന പറഞ്ഞു ഇത് കഴിക്കാൻ പറഞ്ഞു. പക്ഷെ രോഹിത്ത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അലീന പറഞ്ഞു അതെ, ഇവിടെ താമസിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഭവിതയ്ക്ക് എന്നോട് ദേഷ്യമുണ്ട്, പക്ഷെ ഭവിത ഞാൻ ഉണ്ടാക്കിയ ആഹാരമാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നിനക്ക് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും നീ ഇത് കഴിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം വിശപ്പില്ല, പിന്നെ കഴിച്ചോളാനും പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതവിടെ ടേബിളെ കൊണ്ടേ വെച്ചു. എന്നിട്ട് രോഹിത്തിനോട് പറഞ്ഞു നിന്നോട് ഞങ്ങൾക്ക് ആർക്കും ഒരു ദേഷ്യമൊന്നുമില്ല, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്നറിയാം, നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിയുവാണ്. ആ സമയം രോഹിത് അലീനയെ ഒന്ന് നോക്കി. പിന്നീട് എന്ത് ചെയ്തു, അവിടെ കൊണ്ടുവച്ച പാത്രത്തിൽ ഒറ്റ തട്ടായിരുന്നു. ഗ്ലാസും ഇതെല്ലാം കൂടെ താഴെ വീണ് പൊട്ടിച്ചെതറി. ഒരു നിമിഷം അലീന ഞെട്ടിപ്പോയി. അലീന രോഹിത്തിനെ നോക്കുകയാണ്. രോഹിത്ത് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വരുന്നേ. സ്കൂൾ വിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഭവിത അകത്തിരിക്കുന്നുണ്ടായിരുന്നു ഹാളിൽ. ഭവിതയോട് ചോദിച്ചു രോഹിത്തേട്ടൻ വന്നോ ചേച്ചിന്ന് ചോദിച്ചു. വന്നു. എന്നിട്ട് എന്തിയെ, മുറിയിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ബാഗും വെച്ച് രോഹിത്തിന് മുറിയുടെ കൂടി ചെല്ലുവാണ്. അങ്ങനെ ചെന്നിപ്പോൾ അലീന അവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചി രോഹിത്തേട്ടനോട് സംസാരിക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അകത്തെ മുറിയിൽ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചായയൊക്കെ കിടക്കണം, നിലത്ത് കിടക്കുന്നു, ചില്ലൊക്കെ പൊട്ടിച്ചെതറി കിടക്കണം. എന്താ ചേച്ചി എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ല മോളേന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യുക, തുളയ്ക്കാനുള്ള മോപ്പും അതുപോലെ തന്നെ അടിച്ചുവാരി എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ കൃഷ്ണമോൾ അത് എടുക്കാൻ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭവിത ചോദിച്ചു എന്തായി, രോഹിത്തേട്ടനെ കണ്ടിട്ട് സംസാരിച്ചു എന്ന് ചോദിച്ചു. ഇല്ല. അതെന്താ? രോഹിത്തേട്ടനാണെങ്കിൽ അലീന ചേച്ചി കൊണ്ട് ചായ എല്ലാം തട്ടിക്കളഞ്ഞു. മുറിയും മൊത്തം ചില്ലും കാര്യങ്ങളൊക്കെയാ. എനിക്കിത് നേരത്തെ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്നാലും രോഹിത്തേട്ടന് എന്ത് പറ്റിയതാ? രോഹിത്തേട്ടന് എന്ത് പറ്റിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ സംസാരിക്കാൻ ചെന്നിട്ട് എന്നോട് പോലും സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. സംസാരിച്ചില്ലേ? അതെ, എന്നോട് പോലും സംസാരിച്ചില്ല. എന്തോ ദേഷ്യമുള്ള പോലെയാ. നമ്മൾ മനഃപൂർവ്വം രോഹിത്തേട്ടനെ ജയിലിലേക്ക് തള്ളിവിട്ട പോലെയാ രോഹിത്തേട്ടൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് അറിയത്തില്ല. അല്ല, എനിക്ക് തോന്നുന്ന ഒറ്റയ്ക്ക് പട വെട്ടിപ്പിടിച്ച് പുറത്തിറങ്ങിയതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇത് കേട്ടപ്പം കൃഷ്ണമോൾ ചോദിച്ചു അല്ല ചേച്ചിയോടും മിണ്ടിയില്ലേ? എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്നാലും എന്തായിരിക്കും, കൃഷ്ണമോൾക്കൊന്നും മനസ്സിലായില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൃഷ്ണമോൾക്ക് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് കൃഷ്ണമോൾ പോയി കഥ തുറന്നു. കൃഷ്ണമോളോട് ബാലേന്ദ്രൻ ചോദിച്ചു എല്ലാവരും എന്തിയേ? ഇവിടെ ഉണ്ട് അച്ഛാന്ന് പറഞ്ഞു. അല്ല രോഹിത്തിനെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. രോഹിത്തേട്ടൻ്റെ അടുത്തേക്ക് എന്നിട്ട് രോഹിത്തേട്ടന് ഭയങ്കര ദേഷ്യമായിരുന്നു. സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. അത് മാത്രമല്ല അലീന ചേച്ചി ചായ സ്നാക്സ് കൊണ്ടുവച്ചു, അതൊക്കെ തട്ടി എറിഞ്ഞെന്ന് പറഞ്ഞു. തട്ടി എറിഞ്ഞു? അതെ. ഇപ്പോൾ രോഹിത്തേട്ടൻ്റെ വിചാരം എന്താന്ന് വെച്ചാൽ നമ്മൾ ബലമായിട്ട് രോഹിത്തേട്ടനെ കൊണ്ട് ജയിലിലിട്ടിരിക്കുന്ന പോലെയാ. രോഹിത്തേട്ടൻ അവിടെ ജയിലിൽ കഴിഞ്ഞ് പൂങ്കാവനത്തിൽ കഴിഞ്ഞിരുന്ന പോലെയാ. ഇപ്പം രോഹിത്തേട്ടൻ നമ്മളിവിടെ വീട്ടു തടങ്കലിലാക്കിയിരിക്കുന്ന പോലെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു തിരികെ ഇനിയിപ്പോൾ അവൻ ജയിലിൽ കൊണ്ടേ വിടേണ്ട വരുമോ എന്ന് ചോദിച്ചു. അറിയില്ല അച്ഛാ, മിക്കവാറും അത് വേണ്ടി വരുമെന്നാ തോന്നിയെന്ന് പറഞ്ഞു. ഈ സമയത്ത് ബാലേന്ദ്രന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു രോഹിത്തിൻ്റെ കാര്യം ഓർത്തിട്ട്. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു. അലീന വന്നു കഴിഞ്ഞപ്പോൾ അലീനയോട് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല നീ കൊണ്ടുപോയി കൊടുത്ത ചായ സ്നാക്സും ഒക്കെ അവൻ തട്ടി എറിഞ്ഞു എന്ന് ചോദിച്ചു. അത് സാരമില്ല അച്ഛാ, എന്നാലും അത് ശരിയല്ലോ, അത് ശരിയായിട്ടുള്ള കാര്യമാണോ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തല്ലേന്ന് ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന എല്ലാവർക്കും ആഹാരമൊക്കെ വിളമ്പുകയാണ്. ഈ സമയത്ത് ബാലേന്ദ്രന് അലീനയോട് പറഞ്ഞു അല്ല രോഹിത്തിനെ വിളിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോട് പറഞ്ഞു വിളിച്ചായിരുന്നു അച്ഛാ, വന്നില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നീ പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. വേണ്ട അച്ഛാ, ഞാൻ ചെന്നിട്ടുണ്ട്, ചിലപ്പോൾ രോഹിത്തേട്ടന് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു മോളെ നീ ഒരു കാര്യം ചെയ്യുക, ആഹാരം മോളത്തെ മുറിയിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. മുറിയിലേക്കോ? അതെ, നീ കൊണ്ടു കൊടുത്ത പ്രശ്നമില്ല, ഞാൻ കൊണ്ടു കൊടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ തട്ടി എറിഞ്ഞ് കളഞ്ഞേ, നീ തന്നെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഒടുവിൽ എന്ത് ചെയ്തു, കൃഷ്ണമോളുടെ കയ്യിലേക്ക് ആഹാരമൊക്കെ വിളമ്പി അലീന കൊടുത്തു. അതൊക്കെ ആയിട്ട് മോളത്തെ മുറിയിലേക്ക് പോകണം. അപ്പോൾ ബാലേന്ദ്രനും കൂടെ ചെന്നു. അങ്ങനെ ചെന്നിട്ട് കൃഷ്ണമോള് കഥ മുട്ടണം രോഹിത്തേട്ട കഥ തുറക്കാൻ പറഞ്ഞിട്ട്. പക്ഷെ രോഹിത്ത് തുറന്നില്ല. കുറേ തവണ മുട്ടിക്കഴിഞ്ഞപ്പോൾ തുറക്കാതെ നീ ബാലേന്ദ്രനും കൂടെ നിന്നു. കഥ തുറക്കടാന്നും പറഞ്ഞുകൊണ്ട് കഥയെ മുട്ടുകയാണ്. അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങോട്ട് മാറിയുന്നു. ആ സമയം രോഹിത്ത് കഥ തുറന്നിട്ട് ചോദിച്ചു എന്താ സ്വസ്ഥതയുടെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ആരാടാ നിന്റെ സ്വസ്ഥത കളഞ്ഞത്? കഥയെ മുട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എഴുന്നേറ്റ് വന്ന് കഥ തുറക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ
രോഹിത് ഇങ്ങനെ പോരുകോഴിയെ പോലെ നിന്ന് ബാലേന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു, അതെ എനിക്കിപ്പോൾ തുറക്കാൻ സൗകര്യമില്ലായിരുന്നു പറഞ്ഞു. സൗകര്യമില്ലായിരുന്നോ? നീ ആരോടാ എന്താ പറയണമെന്ന് നിനക്കറിയാവോ? അറിയാം. കഥ തുറന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നെ കൊല്ലുമോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എടാ മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. ജയിലിൽ കിടന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ചെറ്റത്തരം കാണിച്ച് ജയിലിലേക്ക് പോയതും പോരാ, എന്നിട്ട് ഇപ്പം ഭരിക്കാൻ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം രോഹിത് പറഞ്ഞു, എന്തിനാ എന്നെ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഞാൻ പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. നീക്ക് എന്നെ കൊല്ലണേ കൊന്നോ, എന്നാലും കുഴപ്പമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലെ വന്ന് കഥയെ മുട്ടിയേക്കല്ലേ. എൻ്റെ ഇഷ്ടം എനിക്ക് പ്രധാനം, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് വായി വന്ന എല്ലാം തോന്നിയ ദിവസം എല്ലാം വിളിച്ചു പറയണം. അതും പറഞ്ഞിട്ട് കഥ അങ്ങോട്ട് വലിച്ചടച്ചു. ബാലേന്ദ്രന് ഭ്രാന്തായിപ്പോയി. കാരണം ബാലേന്ദ്രൻ്റെ കർണത്തടിക്കുന്ന പോലെ കഥവ് വലിച്ചടയ്ക്കുന്നത്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഇവന് ഇത്രയ്ക്ക് അഹങ്കാരമോ? കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ കിടന്ന് ഒരു കസാര എടുത്തിട്ട് കഥയിലിട്ട് അടിക്കുകയാണ്. തുറക്കടാ കഥ, മര്യാദയ്ക്ക് തുറക്കടാന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും കൃഷ്ണമുള്ള ആഹാരം അവിടെ കൊണ്ടേ മാറ്റി വെച്ചിട്ട് ഓടി വന്ന് ബാലേന്ദ്രൻ്റെ കയ്യിലേക്ക് പിടിച്ചു. അച്ഛാ, അച്ഛൻ എന്ത് പരിപാടിയെ കാണിക്കണേ? വേണ്ടച്ചാ, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. രോഹിതയുടെ മുറിയിൽ ഇരുന്നോട്ടെ, കഥ തുറക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ കഥ തുറക്കണ്ട പോലും, കഥക്കും കുറ്റിയിട്ട് അവൻ്റെ തോന്നിയാസത്തിന് ഇരിക്കാനല്ലേ ഇത്. അവൻ്റെ തോന്നിയാസം ചെയ്യാനല്ല ഈ വീട്, അറിയാലോ. അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അവൻ്റെ തോന്നിയാസത്തിന് ജീവിക്കണമെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കണമെന്ന് പറഞ്ഞു. വേണ്ടച്ച, അച്ഛനിങ്ങനെ ടെൻഷൻ അടിക്കില്ലേ, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കുന്നുണ്ട്. പക്ഷെ ബാലേന്ദ്രൻ വിടാൻ കൂട്ടാക്കില്ല. വീണ്ടും കാസറുണ്ട് കഥ അടിക്കണം. ഒടുവിൽ രോഹിത് കഥ തൊട്ട് ചോദിച്ചു, എന്താ എന്നെ കൊല്ലണോ നിൽക്ക്? എന്നെ അങ്ങോട്ട് കൊല്ലാൻ പറഞ്ഞു. എടാ എന്ന് പറഞ്ഞിട്ട് കൈ ഓയിക്കൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അടിക്കണോ? അടിക്കണേ, അടിച്ചോ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ അടിക്കണമല്ലേ? അടിക്കണേ, നിങ്ങൾ എന്നെ അടിച്ചങ്ങ് കൊന്നു തിന്നാനൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ബാലേന്ദ്രൻ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ കയ്യെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വേണ്ടച്ചാ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എടാ രോഹി, നീ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, അതൊട്ടും നിനക്ക് ചേരുന്നല്ല. എടാ, നീ എന്തിനാടാ നിന്റെ പെങ്ങന്മാരോടൊക്കെ ദേഷ്യപ്പെടുന്നേ? അതൊക്കെ നിന്റെ മനസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. കൃഷ്ണമോളോട് പറഞ്ഞു, മോളെ നീ ആഹാരം കൊണ്ട് മുറിയിലേക്ക് വെക്കാൻ പറഞ്ഞു. അച്ഛാ, കൊണ്ട വെക്കാനല്ലേ പറഞ്ഞേ, വിശപ്പുള്ളപ്പോൾ അവനെടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. കൃഷ്ണമോൾ അകത്തുകൊണ്ട് ആഹാരം വെച്ചു. പിന്നീട് കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടെ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, രോഹിത് ആഹാരം കഴിച്ചോന്ന് ചോദിച്ചു. കൃഷ്ണമോൾ പറഞ്ഞില്ല. ഭയങ്കര ഒച്ചപ്പാടും വേളമായിരുന്നു. കഥമൊക്കെ വലിച്ചടച്ചു. അച്ഛൻ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു പറഞ്ഞു. അലീന പറഞ്ഞു, സാരമില്ല, പോട്ടെ അച്ഛാ, അച്ഛൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നേ? ആ ദേഷ്യം മാറി കഴിയുമ്പോൾ രോഹിത് എടുത്ത് കഴിച്ചോളും. അവന് വിശന്ന് കഴിയുമ്പോൾ അവനെടുത്ത് കഴിച്ചോളും. ഇനി ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്നാലും അച്ഛൻ ഇവിടെ നിന്ന് കഴിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ്റെ ബലമായിട്ട് ഇവിടെ ഇരുത്തുവാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ആഹാരം വിളമ്പി വെക്കുവാണ് ഭവിതിക്കും ബാലേന്ദ്രനും കൃഷ്ണമോൾക്കും ഒക്കെയുള്ള. ആ സമയത്ത് ബാൽക്കണിൻ്റെ അടുത്തേക്ക് രോഹിത് വരുന്നേ. രോഹിത്തിൻ്റെ കയ്യിൽ ആ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഹാരം കൊണ്ടുവച്ച്. കൃഷ്ണമോൾ ഇത് കണ്ടു. അത് താഴേക്ക് ഇടാനുള്ള പുറപ്പാടെന്ന് മനസ്സിലായി. വല്ലാത്ത ഭ്രാന്തവര അവസ്ഥയിൽ നിൽക്കുകയാണ്. നിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം താഴേക്ക് ചാടുന്ന പോലെ തോന്നും. അമ്മാതിരിയുള്ള നിപ്പാണ്. പെട്ടെന്ന് കൃഷ്ണമോൾ വിളിച്ചു, അച്ഛാ ദേ നിങ്ങൾ നോക്കി രോഹിത്തേട്ടെന്ന് പറഞ്ഞു. രോഹിത്തേട്ടാ, അത് താഴേക്ക് ഇടലെന്ന് പറഞ്ഞു. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, നീ എന്ത് പരിപാടിയാടാ കാണിക്കണമെന്ന് ചോദിച്ചു. താഴേക്ക് ഇടലെന്ന് പറഞ്ഞു. കൃഷ്ണമോൾ പറഞ്ഞു, രോഹിത്തേട്ടന് വേണമെങ്കിൽ വേണ്ട, ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞ് സ്റ്റെയർ കേസ് കയറാണ്ട് അങ്ങ് തുടങ്ങുമ്പോഴത്തേനും രോഹിത്ത് കയ്യിലിരുന്ന ആ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം കൂടെ താഴേക്ക് ബാൽക്കണിൻ്റെ മുകളിൽ താഴേക്ക് ഇടുവാണ്. അത് താഴെ വീണ് പൊട്ടിച്ചതിൽ 4 പീസായിപ്പോയി. ബാലേന്ദ്രൻ ഭ്രാന്തായി. ഇന്ന് ഇവനെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അലീനെ കയ്യെ പിടിച്ച് വലിച്ച് താഴേക്ക് ഇറക്കണം. അച്ഛൻ ഇത് എന്ത് പരിപാടിയെ കാണിക്കണേ? അച്ഛ, അവനോട് മല്ലിടാൻ പോയിട്ട് കാര്യമില്ല. അവനോട് തന്നെ ദേഷ്യമാണ്. അവനെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നേ. അവനിപ്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റുള്ളവർ അവനെ കുറ്റപ്പെടുത്തിയില്ലോ ഒറ്റപ്പെടുത്തിയില്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ. അച്ഛനതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ഇനി ഒന്നും സംഭവിക്കില്ല. അവന് ദേഷ്യമൊക്കെ മാറിക്കുമ്പോൾ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ ഒന്ന് തണുപ്പിച്ച് അവിടെ ഇരുത്തുവാണ്. അലിയിരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് ശരണ്യയുടെ വീട്ടിലേക്ക് ശ്രീകുമാരി പിന്നെ വാർഡ് മെമ്പറൊക്കെ വരുവാണ്. വന്നു കഴിഞ്ഞാൽ പ്രഭാകരനും ശരണ്യയുടെ അമ്മയൊക്കെ അവിടെ ഇറങ്ങിച്ചെന്നു. ആ സമയം പ്രഭാകരനോട് പറഞ്ഞു, തൻ്റെ മോളേക്കൊന്ന് കാണാൻ വേണ്ടി വന്നാ. എവിടെയോ തൻ്റെ മോള്, അവളെ ഇങ്ങോട്ട് വിളിക്കോ, ഒന്ന് കാണട്ടെ. ഇഷ്ടംപോലെ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും തൻ്റെ മോളും താനും എല്ലാവരും കൂടെ ചേർന്ന് കാലുവാരിയല്ലേന്ന് ചോദിച്ചു. അത് കേട്ട പ്രഭാകരൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിച്ചു. കൂടുതലൊന്നും പറയണ്ടോ, തനിക്ക് പൈസ വേണമെങ്കിൽ ഞങ്ങളത് പറഞ്ഞ് വാങ്ങിച്ചു തരുമായിരുന്നല്ലോ. എന്നിട്ടോ ഞങ്ങളെല്ലാവരും അങ്ങ് ചതിച്ചില്ലേ തന്നോടെ
തൻ്റെ മകളോടൊപ്പം നിന്നാ ഞങ്ങൾ, എന്നിട്ട് എന്ത് പരിപാടിയാണ് താൻ കാണിച്ചതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുവാണ്. എന്ത് മറുപടി പറയണമെന്നറിയില്ലാതെ പ്രഭാകരനും ഭാര്യയും അതുപോലെ തന്നെ ശരണ്യയുടെ സഹോദരന്മാരും നിൽക്കുകയാണ്. ഈ സമയം ശരണ്യ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ ഒന്ന് കണ്ട് 2 വർത്താനം പറയുന്ന കരുതി തന്നെ ഞങ്ങൾ വന്നേ. എടി, നീ ഞങ്ങളെല്ലാവരും ചതിച്ചു, എന്തൊക്കെയാടി നീ കോടതി വിളിച്ചു പറഞ്ഞതെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, ഞാൻ ആരെ ചതിച്ചെന്നാ പറഞ്ഞേ? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് ശ്രീകുമാരിയമ്മ അങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ പൈസ വാങ്ങിയിട്ടല്ലേ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. പൈസയോ? ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. നിരപരാധിയായ ഒരാളെ ശിക്ഷിക്കാനായിട്ട് ഞാൻ ഒരിക്കലും ഒരുക്കുമായിരുന്നില്ല. പാവപ്പെട്ട ആ ചെറുപ്പക്കാരനെ ഒന്നും അല്ലാതാക്കി തീർത്തിട്ട് എനിക്ക് എന്ത് കിട്ടാനായിട്ടാ? എന്നെ അയാളൊന്നും ചെയ്തിട്ടില്ല, അത് മാത്രം ഞാൻ കോടതി പറഞ്ഞിട്ടുള്ളൂ. ഒരു പക്ഷേങ്കിൽ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചേന. അതിനെനിക്ക് ഒരിക്കലും ഒരുക്കുമായിരുന്നില്ല. നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ദൈവത്തെ ഓർത്തിന് ഈ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് എന്നെ ക്രൂശിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ അവരുടെ മുന്നിൽ നിന്ന് കൈകൂപ്പാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.